അപ്പോൾ നമ്മുടെ ഈസയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിഷ്യലി ചെയ്യുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ആയതുകൊണ്ടും നമ്മുടെ മെയിൻ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആക്ഷൻ എടുക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മളിപ്പം ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പം നമ്മൾ വാട്സപ്പ് എൻക്വയറീസാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത്. കാരണം വാട്സപ്പ് വഴി പെട്ടെന്ന് എൻക്വയറീസ് ജനറേറ്റ് ചെയ്തിട്ട് അതുവഴി ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് എൻക്വയറീസാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ലീഡ് ആഡ്സ് ഒക്കെ ഇനി നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ ഒരു എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനാണ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ചെറിയ ട്രൈക്കാണ്. നമ്മൾ ഈ ഇമേജ് ഒന്ന് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റഫർ സാറിൻ്റെ ഇമേജാണ് നമ്മളിപ്പം ഫസ്റ്റ് ക്യാമ്പയിനിൽ ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ച് പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്, ഈ ഡിജിറ്റൽ എന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും ഇസയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പം അദ്ദേഹത്തിനെ വെച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ജസ്റ്റ് ക്യാമ്പയിൻ നമ്മളൊരു ചെറിയൊരു നെയിം കൊടുക്കുകയാണ്. ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ 1-ാം തീയതി പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഒരു മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ആ സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ സെയിൽസ് കൺവേർഷൻസ് നടക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വേറെ എ ബി ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഒരു എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒറ്റ ക്രിയേറ്റീവ് തന്നെ ഇങ്ങ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പോവുകയാണ്. ഇനിഷ്യലി നമ്മളൊരു 1000 റുപ്പീസാണ് ഇപ്പോൾ ഡെയിലി പ്ലാൻ ചെയ്യുന്നത്. ഡെയിലി ബഡ്ജറ്റ് നമ്മൾ 1000 റുപ്പീസാണ്. ഒരു 1 മന്ത് അല്ല, നമ്മളൊരു 15 എക്സ്പെരിമെൻ്റ് ആയിട്ടൊരു 15 ഡേയ്സാണ് നമ്മളിപ്പം ആഡ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അപ്പം നമ്മളൊരു ബിസിനസ്സുകാരെ ടാർഗറ്റ് ചെയ്ത രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ഏജ് ഗ്രൂപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ആ രീതിയിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ജെൻഡേഴ്സ് ഇപ്പോൾ ഓൾ ജെൻഡേഴ്സൊക്കെയാണ്. അല്ല, ബേസിക്കലി ഇപ്പം ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ, അതെനിക്ക് എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മളിപ്പം ഇനിഷ്യലി ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം അതുകൂടാതെ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെ ആ രീതിയിലുള്ള ബിഹേവിയേഴ്സും ഇൻട്രസ്റ്റുകളാണ് ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു എസ്റ്റിമേറ്റ് കാണിക്കുന്ന ഒരു ദിവസം 26,000 മുതൽ 77,000 വരെ കാണിക്കുമെന്നും പിന്നെ ഒരു 22 മുതൽ 64 കോൺവെർസേഷൻസ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്നാലും ഒരു ഏകദേശം ആ റേഞ്ച് ആണ് നമ്മളിപ്പോൾ ഡെയിലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് 2-3 സെയിലെങ്കിലും നമുക്കൊരു ആവറേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ഇപ്പം ചൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ആഡാണ്. ഓൾറെഡി നമ്മൾ ആ ക്രിയേറ്റീവിന് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം എന്താണോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. ഇത് വായിക്കുന്നതൊക്കെ പെട്ടെന്നൊരു ഇൻറ്റൻഷൻ ഉണ്ടാക്കണം. കാരണം ഇങ്ങനൊരു കോഴ്സ് അവർക്ക് വളരെ വാല്യുബിളാണ്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ആ ഒരു എമർജൻസി അവർക്കൊരു ആ ഒരു നീഡ് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മളിപ്പോൾ ഇപ്പം ആഡ് കോപ്പീസ് ആയാലും ഡിസ്ക്രിപ്ഷൻസ് ആയാലും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടിട്ടായിരിക്കും ആളുകൾ നമ്മളോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജോയിൻ അവർ ഓൺലൈൻ സെഷൻ. ഇതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് സെക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ഗ്രൂപ്പ് സെക്ഷൻ്റെ റേറ്റ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 999 കൊടുത്തു. ഇപ്പോൾ നമ്മൾ സെൻഡ് മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ആക്ഷൻ ബട്ടൺസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എൻക്വയറി നൗ കൊടുക്കാം, അതിനൊക്കെ ഷോപ്പ് നൗ, അതിനൊക്കെ സെൻഡ് മെസ്സേജ്, അപ്ലൈ നൗ, ബുക്ക് നൗ, അങ്ങനെ എന്തും കൊടുക്കാം. ഇപ്പോൾ ജോയിൻ അപ്പോൾ കോഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ നൗ എന്നോ അല്ലെങ്കിൽ ബുക്ക് നൗ എന്നോ കൊടുക്കാം. കാരണം ഇപ്പോൾ ഫോം അല്ലാണ്ട് മെസ്സേജാണ്. അതുകൊണ്ട് കോൺടാക്ട് അസ് എന്ന് കൊടുക്കുന്നു. ഞാനിട്ട് കൂടെ ഒരു കൺവേ ചെയ്യാൻ വേണ്ടി കോൺടാക്ട് അസ് കൊടുക്കുന്നു. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അവർ മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് നമുക്ക് കുറച്ച് മെസ്സേജ് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആ രീതിയിൽ ഇപ്പം ഐ ക്യാൻ ലേൺ മോർ അബൌട്ട് ബിസിനസ്, അപ്പം ഈ ഒരു മെസ്സേജ് കണ്ടിട്ടായിരിക്കും ഇനിഷ്യലി അവർ നമ്മളെ ചാറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പം ലേൺ മോർ അബൌട്ട് അവർ ബിസിനസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ പാക്കേജുകളാണെന്നും പറഞ്ഞ് അങ്ങോട്ട് മെസ്സേജ് കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തിരി കൂടെ എൻഗേജ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കുറച്ച് ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന അതേ മെസ്സേജ് തന്നെ ചൂസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം
നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ സെറ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുണ്ട്, ബഡ്ജറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അത് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു വാട്സപ്പ് എൻക്വയറി ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു 2-3 മണിക്കൂർ റിവ്യൂസ് കഴിഞ്ഞിട്ട് ഇന്നോട്ട് റൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ നാളെ തൊട്ട് തന്നെ അതിൻ്റെ എൻക്വയറീസ് ഒക്കെ വന്ന് തുടങ്ങുന്നതാണ്. അപ്പം നാളെ തൊട്ട് തന്നെ നമ്മളിനി അതിനെ വാട്സപ്പ് വഴി ഒന്ന് ഇനിഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ ഒരു കോൾസിലേക്ക് പോയി ഒരു സെയിൽസ് കോളൊക്കെ ചെയ്തിട്ട് വേണം, കോൾഡ് സെയിൽസ് കോളൊക്കെ ചെയ്തിട്ട് വേണം നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കാൻ. പിന്നെ അതിനുശേഷം കുറച്ച് ഫോളോ പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ആഡ് റണ്ണായി തുടങ്ങിയിട്ട് ഇനി ആ സെയിൽസ് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പായ നമ്മളൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് റൺ ചെയ്ത് നമുക്ക് റിസൾട്ട് വരുന്നതനുസരിച്ചിട്ട് ഇനി ഈ മെത്തേഡ്സ് തന്നെ ഫോളോ ചെയ്യണോ, ഇനി പുതിയ ഗൂഗിൾ ആഡ്സും മറ്റ് ടൂൾസ് ചൂസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് എന്തായാലും ഇത്തിരി കൂടെ ഒരു ഐഡിയ കിട്ടും. എന്തായാലും ഇനി ഗൂഗിൾ ആഡ്സൊക്കെ നമുക്ക് ചെയ്യണം. കൂടുതൽ ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ ഇനി ഗൂഗിൾ ആഡ്സും വേണം. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി ഏതൊക്കെ ക്യാമ്പയിൻസിലേക്ക് അത് പ്ലാൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇനി ആ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.